രണ്ടു തരം അന്വേഷണ കമ്മീഷനുകളാണ് സാധാരണയിൽ ഉണ്ടാകാറുള്ളത്. ഒന്നാമത്തേത് ജുഡീഷ്യൽ അധികാരമുള്ള എൻക്വയറീസ് ഓഫ് കമ്മീഷൻ ആക്ട് പ്രകാരം രൂപവത്കരിക്കപ്പെടുന്ന കമ്മീഷനുകളാണ്. രണ്ടാമത്തേത് ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റികളാണ്. ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഉൾപ്പെടുന്നത്. ജുഡീഷ്യൽ അധികാരങ്ങളോട് കൂടി നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റി അല്ല അത്. മറിച്ച് ഫാക്ടുകൾ കണ്ടെത്താൻ വേണ്ടി അന്ന് വനിതാ കൂട്ടായ്മ നൽകിയ പരാതിയുടെയും ആവശ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് പിന്നീട് ആ റിപ്പോർട്ട് മറച്ചു വെക്കാൻ സർക്കാരിന് കഴിഞ്ഞതും ആ റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ മാത്രം നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിന്റെ ഒരു പശ്ചാത്തലം അതാണ്. എൻക്വയറീസ് ഓഫ് കമ്മീഷൻ ആക്ട് പ്രകാരമാണ് ഒരു സമിതി രൂപീകരിക്കപ്പെടുന്നത് എങ്കിൽ ജുഡീഷ്യൽ അധികാരമുള്ള കമ്മിറ്റി, അന്വേഷണ സമിതി എന്നുള്ള നിലക്ക് സ്വാഭാവികമായും ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് സർക്കാർ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടി വരും. അതിൽ പരാമർശിച്ച വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നിയമ നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടിയും വരും. പക്ഷെ അതിൽ നിന്ന് ഭിന്നമായി സർക്കാർ ഇത് ഒരു വസ്തുതാന്വേഷണ കമ്മീഷൻ എന്ന രീതിയിലാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത്. റിട്ടയർഡ് ഉദ്യോഗസ്ഥ ബി വത്സലകുമാരി, നടി ശാരദ എന്നിവരാണ് ആ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളായി ഉണ്ടായിരുന്നത്. സർക്കാരിന് ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. 4.5 വർഷത്തോളം സർക്കാർ അതിന്മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ല. പിന്നീട് വിവരാവകാശ കമ്മീഷന്റെ മുന്നിൽ ഈ വിഷയം എത്തുന്നു. ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ആവശ്യം ഒരു വിവരാവകാശ കമ്മീഷന്റെ മുന്നിൽ എത്തുന്നു. അനുകൂലമായ വിധി ഉണ്ടാകുന്നു. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വിവരാവകാശ കമ്മീഷണർ ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് വന്ന ഇപ്പോഴുള്ള അബ്ദുൽ ഹക്കീം നെഹ വിവരാവകാശ കമ്മീഷണർ, അദ്ദേഹം ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന നിലപാട് സ്വീകരിക്കുകയും അതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. സ്വാഭാവികമായി വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിന് ഉത്തരവിനെ ശരിവെക്കുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടിലെ ചില പ്രധാന ഭാഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള പേജുകൾ പുറത്തു വരികയും അത് കേരളത്തിൽ വലിയ ഉരുൾപൊട്ടലിന് സമാനമായ സാംസ്കാരിക രംഗത്തെ സംഭവ വികാസങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമായി പ്രതിപാദിക്കുന്നത്. ഈ സിനിമയെ പൊതുവിൽ ആളുകൾ കാണാറുള്ളത് ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന രീതിയിലാണ്. നമ്മുടെ എഴുത്തുകാരെ കുറിച്ച്, പ്രഭാഷകരെ കുറിച്ചൊക്കെ പറയുമ്പോൾ സാംസ്കാരിക നായകർ എന്ന് പറയാറുണ്ട്. ഇതിന് സമാനമായ അർത്ഥത്തിൽ ഒരുപക്ഷെ എഴുത്തുകാരെക്കാളും പ്രഭാഷകരെക്കാളും ഒക്കെ പ്രിവിലേജുകൾ അനുഭവിക്കുകയും സമൂഹത്തിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന സാംസ്കാരിക വിഭാഗമായാണ് സിനിമാ പ്രവർത്തകരെ കാണാറുള്ളത്. അത് ചിലപ്പോൾ നടിക്കുന്ന ആളുകളാവാം, അഭിനയിക്കുന്ന ആളുകളാവാം, അതല്ലെങ്കിൽ അത് എഴുതുന്ന, കഥ എഴുതുകയോ തിരക്കഥ എഴുതുകയോ ചെയ്യുന്ന ആളുകളാവാം, അതിനുവേണ്ടി പാട്ട് എഴുതുന്ന ആളുകളാവാം, അതല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുന്ന ആളുകളാവാം. ഇവരെല്ലാവരെയും നമ്മുടെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരിൻ്റെത് ഉൾപ്പെടെയുള്ള പദ്ധതികളിലും പരിപാടികളിലും ഉദ്ഘാടകരായി, അതിഥികളായി അവർ പലപ്പോഴും ക്ഷണിക്കപ്പെടാറുണ്ട്. ചിലപ്പോഴെങ്കിലും സർക്കാർ പദ്ധതികളുടെ ബ്രാൻഡ് അംബാസിഡർമാരായും സിനിമാ നടന്മാരും നടിമാരും ഒക്കെ വരികയും ചെയ്യാറുണ്ട്. വിവിധ വേദികൾ അവർക്ക് കിട്ടാറുണ്ട്, ഉദ്ഘാടനങ്ങൾ കിട്ടാറുണ്ട്. ഇത് പക്ഷേ ഉദ്ഘാടനങ്ങൾക്കൊക്കെ വലിയ പണം വാങ്ങിക്കുന്ന ഒരു വിഭാഗവും കൂടിയായിരിക്കും ഈ സിനിമ നടി നടന്മാർ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ ഒരു പ്രഭാഷകന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാൾ, അയാൾ ഏതെങ്കിലും ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ സമാനമായ വേദിയിൽ അതിഥിയായി ക്ഷണിക്കപ്പെടുകയോ ചെയ്യാറില്ല. പക്ഷെ ഈ സിനിമാ പ്രവർത്തകർ ആ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ആനയിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് കുറെ കൂടി വിസിബിൾ ആണ്, കുറെ കൂടി ആഘോഷിക്കപ്പെടുന്ന ആളുകളാണ്, സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയാവുന്ന അർത്ഥത്തിൽ അവർക്ക് സമൂഹത്തിൽ ആരാധക വൃന്ദത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കാനൊക്കെ കഴിയാറുണ്ട്.
അതുകൊണ്ട് കൂടിയാകാം ഈ മേഖലയിൽ ഉണ്ടായ അതിക്രമങ്ങൾ ഇത്ര കാലം മറച്ചു വെക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഈ സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ തമ്മിൽ വലിയ ബന്ധം നിലനിൽക്കുന്നുണ്ട്. അവർ പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ച പല അർത്ഥത്തിലും രാഷ്ട്രീയ പ്രവർത്തകരെ കൂടി ബാധിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ റിപ്പോർട്ട് ഇത്ര കാലം വൈകിയതും ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പോലും ആത്മാർത്ഥമായ സമീപനം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പല ആളുകളും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് കേൾക്കുന്നത്. പക്ഷെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞ പരാമർശങ്ങൾ പലതും നേരത്തെ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. ഇത്ര സംഘടിതമായ വിധത്തിൽ ഒരു മൊഴി കൊടുക്കപ്പെടുകയോ അതൊരു കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എങ്കിൽ പോലും ഈ മേഖലയിലുണ്ടായ ദുരനുഭവങ്ങൾ പല ആളുകളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ വളരെ പ്രശസ്തയായിരുന്ന അമ്മ വേഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരു നടിയുണ്ട്. ഞാൻ ആ പേര് പറയുന്നില്ല. നിങ്ങൾ ആ പുസ്തകം വായിക്കണം എന്നേക്ക് ഒരു നിർബന്ധമില്ലാത്തതുകൊണ്ടാണ്. അവര് അവരുടെ ആത്മകഥയില് കുറെ കൂടി വ്യക്തതയോടുകൂടി അന്ന് ഈ കാലഘട്ടത്തിലല്ല, ഒരു 80കൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു കാലത്തൊക്കെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 80കളിലൊക്കെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന പല നായക നടന്മാരെ കുറിച്ച് പോലും കത്തി നിന്ന ആളുകളെ കുറിച്ച് പോലും അവർ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ സിനിമാ മേഖലകളിൽ എത്തിപ്പെടുന്ന സ്ത്രീകളെ ഇവരെല്ലാം ചൂഷണം ചെയ്യുന്നത് എന്ന് അവർ തുറന്നെഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും പലപ്പോഴായി ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ ചൂഷണങ്ങളെ കുറിച്ച് സ്ത്രീകൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്ര സ്വീകാര്യത ലഭിച്ചിട്ടില്ല. കാരണം ഇത് പറയുന്നത് പലതും നുണയാണ് എന്ന് സ്ഥാപിക്കാൻ സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ കഴിയുമായിരുന്നു. എന്ന് മാത്രമല്ല, സിനിമാ മേഖലയിലുള്ള ആളുകളും മാധ്യമരംഗത്തുള്ള ആളുകളും തമ്മിൽ വലിയൊരു സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. ആ സൗഹൃദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരാൾക്കെതിരെ, ഒരു നടനെതിരെയോ ഒരു സംവിധായകനെതിരെയോ ഒരു നിർമ്മാതാവിനെതിരെയോ ഏതെങ്കിലും ഒരു അഭിനേത്രിയോ ജൂനിയർ ആർട്ടിസ്റ്റോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയാൽ മാധ്യമങ്ങൾ അത് പൂഴ്ത്തിവെക്കുന്ന ഒരു കാലവും കൂടിയായിരുന്നു അത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തമായി ഒരു എഡിറ്ററുടെ ആവശ്യമില്ല, ഒരു വീഡിയോഗ്രാഫറുടെയും സഹായം തേടേണ്ടതില്ല. സ്വന്തമായി തന്നെ തുറന്നു പറയാനും എഴുതാനും ഒക്കെയുള്ള അവസരം വന്നതുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പോലും ഇത്തരം വെളിപ്പെടുത്തലുകൾ അവഗണിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. അതാണ് വലിയ ഭൂകമ്പമായി മാധ്യമങ്ങളിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നതിന്റെ ഒരു പശ്ചാത്തലം. മാധ്യമങ്ങൾക്കടക്കം ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ സമീപനമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ പറയപ്പെടുന്ന പല ആളുകളും, പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പല ആളുകളും ഈ മാധ്യമരംഗത്തുള്ള ആളുകളുടെ സുഹൃത്തുക്കളാണ്, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് വേണ്ടത്ര കവറേജ് കൊടുക്കാനോ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കാനോ പല മാധ്യമ പ്രവർത്തകർക്കും കഴിയില്ല. പക്ഷെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മത്സരത്തിന്റെ ഒരു കാലവും കൂടിയാണിത്. കൂടുതൽ വായനക്കാരെ ആകർഷിക്കുക, കൂടുതൽ പ്രേക്ഷകരെ തങ്ങളിലേക്ക് അടുപ്പിക്കുക, റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് മാധ്യമരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ വാർത്ത കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും സത്യസന്ധമായ വാർത്ത കൊടുക്കുക എന്നുള്ളത് പോലെയല്ല, ഏറ്റവും വേഗത്തിൽ വാർത്ത കൊടുക്കുക എന്നതാണ് ചാനലുകളുടെ ഒരു പൊതുതത്വമായി സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഞങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയാനുള്ള മത്സരം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കിടയിൽ റേറ്റിംഗിനെ ചൊല്ലിയിട്ട് കേരളത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി വലിയ കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മത്സരവും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ പുറത്തു വന്ന പല വാർത്തകളും മുക്കപ്പെടുമായിരുന്നു എന്നൊരു യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഏതായാലും ഈ വാർത്ത പുറത്തു വന്നു. പലരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മാറ്റം ഉണ്ടായത് എന്ന് കൂടി പറയേണ്ടതുണ്ട്. അതിലൊന്ന്, വിദ്യാസമ്പന്നരായ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ, സ്വന്തം സ്വത്വത്തെ കുറിച്ച് നല്ല ബോധമുള്ള ആളുകൾ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായ ഒരു കാര്യം. സിനിമ ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ആ ഫീൽഡിൽ ഉണ്ടായി. ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തി ഒന്നുമല്ല
ആഘോഷിക്കപ്പെടുന്നതല്ല, അതിനപ്പുറത്ത് തങ്ങൾക്ക് തങ്ങളുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന വളരെ കുറച്ച് ആളുകളെങ്കിലും സിനിമാ മേഖലയിൽ ഉണ്ടായി എന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടാവുകയും അത് ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുക്കുന്ന വിധത്തിലേക്കൊക്കെ എത്തുകയും തുടർന്നുള്ള പ്രതികരണങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നത്. സിനിമാ മേഖല എന്ന് പറയുന്നത് വലിയൊരു വ്യവസായമാണ്. ശതകോടികളാണ് ഓരോ വർഷവും സിനിമയ്ക്ക് വേണ്ടി മുടക്കപ്പെടുന്നത്. ഓരോ ഭാഷയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഇന്ത്യൻ ഭാഷകളിൽ ഓരോ ഭാഷ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം എത്രയാണ് എന്ന്, അതിനുവേണ്ടി മുതൽ മുടക്കുന്ന തുകയുടെ വലുപ്പം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ കേരളത്തിൽ ശരാശരി ഒരു വർഷം 60 സിനിമകൾ ഇറങ്ങുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം, എങ്കിലും ശരാശരി അത്രയെങ്കിലും ഉണ്ടാകാറുണ്ട്. അപ്പോ ഈ 60 സിനിമകൾ ഇറങ്ങുന്നു. അതിൽ കോടിക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന താരങ്ങളുടെ സിനിമ മുതൽ വളരെ കുറഞ്ഞ പ്രതിഫലം പറ്റുന്ന താരങ്ങളുടെ ഉൾപ്പെടെയുള്ള സിനിമകൾ പുറത്തു വരുന്നുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് വലിയ വ്യവസായമാണ്. ആ വ്യവസായത്തിനകത്ത് ഈ തീരെ ചെറിയ ശമ്പളത്തിന് ജോലിയെടുക്കുന്ന, തീരെ ചെറിയ പ്രതിഫലം പറ്റുന്ന ആളുകൾ മുതൽ ശതകോടികൾ പ്രതിഫലം പറ്റുന്ന ആളുകൾ വരെയുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഓരോ ഭാഷയിലും, പ്രത്യേകിച്ച് ഹിന്ദി സിനിമകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് 100 കോടിയും അതിനു മുകളിലൊക്കെ പ്രതിഫലം പറ്റുന്ന നടന്മാരെ നമുക്ക് കാണാൻ കഴിയും. അത്രയും പണം ഇറങ്ങുന്നു എന്നതാണ്. ഈ പണം ഇറങ്ങുന്നത് മുഴുവൻ കച്ചവട ലാഭം മുന്നിൽ കണ്ട് മാത്രമാണ് എന്നും പറയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് അവരുടെ ബിസിനസ്സിലുള്ള കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മേഖലയിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണം ഇറക്കി പണം നേടുക എന്നത് മാത്രമല്ല, പണം ഇറക്കിയിട്ട് മറ്റു പലതും നേടുക എന്നത് കൂടി ഈ സിനിമാ വ്യവസായത്തിന്റെ പിന്നാമ്പുറ കഥയായി പലപ്പോഴും കേൾക്കാറുണ്ട്. ഇതിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ് എന്നതാണ്. ഇപ്പൊ എങ്ങനെയാണ് ഈ സ്ത്രീകളൊക്കെ ഈ സിനിമകളിലേക്ക്, ആദ്യകാലത്തൊക്കെ സ്ത്രീകൾ സിനിമകളിൽ അഭിനയിക്കാറില്ലായിരുന്നു, നാടകങ്ങളിലൊന്നും അഭിനയിക്കില്ല. എന്നിട്ട് പുരുഷന്മാർ തന്നെ സ്ത്രീവേഷം കെട്ടുന്നതായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്ന, കേരളത്തിന്റെ ഒരു കുറച്ചു കാലം പിറകിലേക്ക് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. ഇന്ന് പക്ഷേ ആ മേഖലയിലേക്ക് ആളുകൾ തള്ളിക്കയറി വരുന്ന സ്ഥിതി ഉണ്ടാകുന്നു. സ്കൂൾ കലോത്സവങ്ങളിൽ നിന്നൊക്കെ നേരെ സിനിമയിലേക്ക് പോകുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ സിനിമാ പ്രവർത്തനത്തിന്റെ, സിനിമാ അഭിനയത്തിന്റെ ഭാഗമായി തീരുന്നു. ഇങ്ങനെ ഒരു മാറ്റം സമൂഹത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെലിബ്രിറ്റികളായി മാറുകയും ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങളുടെയും ചാനലുകളുടെയൊക്കെ ഒരു കാലത്ത് തങ്ങൾ എങ്ങനെയെല്ലാം സ്വീകരിക്കപ്പെടും എന്നതിനെ കുറിച്ചുള്ള അവർക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ സാമ്പത്തികമായ മോഹങ്ങളും ഒക്കെ ഇവരെ പിടികൂടുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് വനിതകൾ, പെൺകുട്ടികൾ ധാരാളമായി ആകർഷിക്കപ്പെടുന്നത്. ഇനിയിപ്പോ പുറത്തു വന്ന റിപ്പോർട്ടും അതിന്മേൽ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും, ഇത്രയും കാര്യങ്ങളാണ് മലയാള സിനിമയിൽ നടന്നിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു 10,000 സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മലയാള സിനിമയുടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി 1000 സംഭവങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. 1000 പേർ ചൂഷണം ചെയ്യപ്പെടുകയോ ലൈംഗികമായ അതിക്രമങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ പുറത്തു വന്നിട്ടുണ്ടാവുക കേവലം 10-15 ആളുകളുടെ വെളിപ്പെടുത്തലുകൾ മാത്രമായിരിക്കും. മറ്റുള്ള ആളുകൾ എന്തുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത്? അവർ അവരുടെ താരപദവി നഷ്ടപ്പെടുമെന്നോ, ഈ സിനിമാ മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെടുമെന്നോ, അല്ലെങ്കിൽ അപമാന ഭയം കൊണ്ടോ ഇവർ പലരും വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ച, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയ എത്രയോ ആളുകളുണ്ട്. അവരൊന്നും പക്ഷേ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. തങ്ങളുടെ പേരുകൾ പുറത്തു വരുമോ എന്ന് അവർ ഭയക്കുകകൂടി ചെയ്യുന്നുണ്ട്. കാരണം ഈ പേര് പുറത്തു വരുന്നതോടുകൂടി ഈ മേഖലയിൽ നിന്ന് തങ്ങൾ ഔട്ടായി പോകുമെന്ന്, തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിലയ്ക്കുമെന്നൊക്കെ ഇവർ ഭയപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. ഈ ഭയപ്പെടുത്തി നിർത്തുക തന്നെയാണ് മലയാള സിനിമയിലെ പുരുഷ താരരാജാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുക, അവര് നയിക്കുന്ന വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങളിൽ നമുക്ക് ഏറ്റവും ലളിതമായി പറയാൻ കഴിയുന്നത്. വലിയ ചൂഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടാകും. ഇപ്പൊ ഒരു നടനെതിരെ ബലാത്സംഗ ആരോപണം ഉന്നയിക്കപ്പെട്ടു.
ഇത് ഒരു നടനെതിരെയല്ല, ഒരുപാട് നടന്മാർക്കെതിരെ ഒരു പക്ഷേ ഇത്തരം പരാതികൾ ഉന്നയിക്കാൻ ആളുകളുണ്ടാവും. അവർ പലരും സിനിമയിൽ സ്ഥിരപ്പെട്ടു പോയതുകൊണ്ട് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിലേക്ക് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഈ പുറത്ത് കാണുന്ന ആഘോഷിക്കപ്പെടുന്ന താരങ്ങളല്ല എന്നും, അതിനപ്പുറത്ത് കൊടിയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, ശാരീരികമായ പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്ന വസ്തുത അടിവരയിടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊരു ചതുപ്പ് നിലമാണ്. നമ്മൾ ചവിട്ടിയാൽ താഴോട്ട് പോകുന്ന, വീണ് കഴുത്തറ്റം മുങ്ങിപ്പോകുന്ന അത്ര ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് മലയാള സിനിമയിൽ പോലും നിലനിൽക്കുന്നത്. ഞാൻ ഈ മലയാള സിനിമ എന്ന് ആവർത്തിച്ച് പറയണമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സവിശേഷമായി പലതും ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. വിദ്യാഭ്യാസപരമായി വലിയ മുന്നോക്കമാണ് നമ്മുടെ. സാക്ഷരതാ പ്രസ്ഥാനം നടന്ന നാടാണിത്. നവോത്ഥാനത്തിന്റെ പിന്തുടർച്ചക്കാരാണ് കേരളീയർ എന്നാണ് അവകാശപ്പെടുന്നത്. ഈ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് കേരളത്തിലാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് തൊഴിൽ സമരങ്ങൾ നടന്ന ഇടമാണ്, വലിയ വിപ്ലവങ്ങൾ നടന്നിട്ടുള്ള പ്രദേശമാണ്. ഈ പശ്ചാത്തലങ്ങളൊക്കെയുള്ള ഒരു മലയാളി എന്ന്, കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് പറയാറുള്ളത്. ആ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് സിനിമാ ലോകത്ത്, നമ്മളൊക്കെ ജീവിക്കുന്ന ലോകത്തിന് സമാന്തരമായ ഒരു ലോകത്ത് ഇത്തരം വൃത്തികേടുകൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാൻ തോന്നുന്നു. ഇനി റിപ്പോർട്ട് വന്നു, ഈ റിപ്പോർട്ട് ചില ആളുകൾക്കെതിരെ കേസുകൾ എടുത്തു. ഇനി അവരിൽ ആരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ആളുകൾ ജയിലിൽ പോയി എന്ന് വിചാരിക്കുക. എന്നാലും ഈ മേഖല ശുദ്ധീകരിക്കപ്പെടുമെന്ന് പറയാൻ കഴിയുമോ? ഈ മേഖല ശുദ്ധീകരിക്കപ്പെടാനേ പോകുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന പുറത്തു വന്ന ഒരു വാർത്ത എന്ന് വെച്ചാല് മലയാള സിനിമ കേന്ദ്രീകരിച്ച് ഒരു പെൺവാണിഭ സംഘം തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സിനിമയിൽ എത്തുന്ന നടിമാര്, അതേപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ ഉപയോഗിച്ച് പെൺവാണിഭ സംഘം തന്നെ കേരളത്തിലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത, അന്നൊന്നും വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതെ പോയ പിന്നെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഏറ്റെടുക്കാതെ പോയ ചില വെളിപ്പെടുത്തലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഇപ്പോൾ ശരിവെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്നോ രണ്ടോ ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് ഉണ്ടാകേണ്ടതുണ്ട്, അവര് ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ ഈ മേഖല പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുമെന്ന് വിചാരിക്കരുത്. യഥാർത്ഥത്തിൽ ഇത് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഇത് നിലനിൽക്കുന്നത് കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണ്. പണം മുടക്കാൻ നിർമ്മാതാക്കളും സംവിധാനം ചെയ്യാൻ ആളുകളും നടിക്കാൻ അഭിനേത്രികളും അഭിനേതാക്കളും ഒക്കെ ഉണ്ടായാൽ പോലും ഒരു സിനിമാ വ്യവസായം നിലനിൽക്കില്ല. അത് നിലനിൽക്കണമെങ്കിൽ കാണാൻ ആളുകൾ ഉണ്ടാവണം. കാണാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഏത് സിനിമാ വ്യവസായത്തെയും നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. മലയാളത്തിൽ ചില സമീപകാല സിനിമകളുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളിൽ 50 കോടിയിലേക്ക് കടന്നു, 100 കോടിയിലേക്ക് കടന്നു. ഈ ദിവസങ്ങളിൽ ഈ ചർച്ചയൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ പോലും ചില സിനിമകളുമായി ബന്ധപ്പെട്ട് 30 കോടിയിലെത്തി, 40 കോടിയിലെത്തി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിനിമാ മേഖലയിലുള്ള ഈ ചൂഷണങ്ങൾ അത്രയും നടത്തുന്നത് ഒരർത്ഥത്തിൽ പ്രേക്ഷകരുടെ കൂടി സമ്മതത്തിലും അവരുടെ കൂടി ഇടപെടലുമാണ് എന്ന് പറയേണ്ടി വരും. അതെങ്ങനെയാണ് പറയുന്നത്? ഈ കാണാൻ ആളുള്ളത് കൊണ്ടാണ് ഓരോ വർഷവും 60 65 സിനിമകളിലൂടെ നിർമ്മിക്കപ്പെടുന്നത്. ഇങ്ങനെ കാണാൻ ആളുകൾ തള്ളിക്കയറി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പല നിർമ്മാതാക്കളും തങ്ങളുടെ വീടും പറമ്പും പോലും പണയപ്പെടുത്തിയിട്ട് സിനിമാ മേഖലയിലേക്ക് ഇറക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ പിന്നെ സിനിമ പിടിക്കുകയും സിനിമ സംവിധാനം ചെയ്യുകയും സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവിടെയുള്ള മറ്റു മനുഷ്യരോട് ഒരല്പം കാരുണ്യത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നില്ല എന്നതുകൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാണുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വാക്കുകളിലൊന്ന് ലിബറലിസം എന്ന വാക്കാണ്. ലിബറൽ ചിന്താഗതികൾ ശക്തിപ്പെട്ടു വരുന്നു. ഈ ലിബറൽ ചിന്താഗതിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താ വെച്ചാല് സ്ത്രീക്കും പുരുഷനും ഇടയിൽ തുല്യതയുണ്ട് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പലപ്പോഴും പല വിവാദങ്ങൾ നടന്നിട്ടുണ്ട്. സ്കൂളിലെ യൂണിഫോം മാറ്റത്തിൽ പോലും ഇത് ജെൻഡർ ഈക്വാലിറ്റിയിലേക്കുള്ള ചുവടുവെപ്പാണ് എന്ന് അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, വളരെ അപകടകരമായ ഒരു പശ്ചാത്തലം, ഒരു അവതരണമാണത്. ജെൻഡർ ജസ്റ്റിസ് ആണോ നടക്കേണ്ടത്? ജെൻഡർ ഈക്വാലിറ്റി ആണോ? അഥവാ ലിംഗനീതിയാണോ ലിംഗസമത്വമാണോ കൊണ്ടുവരേണ്ടത്? ലിംഗസമത്വം നടക്കില്ല എന്ന് അരക്കി തുറപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഹേമ കമ്മിറ്റി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്.
കാരണം അവിടെ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. പരിഗണനകളിൽ പോലും ആ അസമത്വമുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാണുന്നത്. സ്ത്രീകൾക്ക് സവിശേഷമായ ട്രൈബ്യൂണൽ വേണം എന്ന് ഹേമ കമ്മിറ്റി അവരുടെ നിരീക്ഷണമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സ്ത്രീകളും പുരുഷന്മാരും സമന്മാരാണ്, അവർക്കിടയിൽ മതിലുകളില്ല, അതിരുകളില്ല എന്ന് ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ ആശയങ്ങള് ഏറ്റവും കൂടുതൽ കാണുന്നത് സിനിമയിലാണ് എന്ന് പറയുകയും ചെയ്യുന്നു. സിനിമയിലെ നായികാനായകന്മാരൊക്കെ ഒരുമിച്ച് അഭിനയിക്കുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് വെച്ചിട്ട് സിനിമാ മേഖലയൊക്കെ വളരെ പരിശുദ്ധമാണ് എന്ന് കരുതുകയും അവിടെ ഒരു തരത്തിലുള്ള അസമത്വങ്ങളും ഇല്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്? കഠിനമായ അനീതിയും അസമത്വവും നിലനിൽക്കുന്നു എന്ന് അവരിൽ പലരും വന്ന് ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഉട്ടോപ്യ എന്ന് പറയാവുന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ പുരുഷ സമത്വം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭവും കൂടിയാണ്. സ്ത്രീക്ക് പുരുഷനാകാൻ കഴിയില്ല, പുരുഷന് സ്ത്രീയാകാനും കഴിയില്ല. സ്ത്രീക്ക് പുരുഷനോടൊപ്പം പുരുഷന്റെ മികവുകളോട് എത്താൻ കഴിയില്ല. ചിലപ്പോൾ സ്ത്രീകളുടെ മികവുകളിലേക്ക് എത്താൻ പുരുഷനും കഴിയില്ല. രണ്ടുപേരും വ്യത്യസ്തമായ മേഖലകളിൽ മികവ് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് മനുഷ്യർ പടയ്ക്കപ്പെട്ടിട്ടുള്ളത്. ആ പടയ്ക്കപ്പെട്ട ഒരു സ്വാഭാവികതയെ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാം എല്ലാവർക്കുമാകും എന്ന ചിന്താഗതി രൂപപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ലിബറലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലിബറലിസം പല അർത്ഥത്തില് നമ്മുടെയൊക്കെ സാമൂഹിക ഘടനയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പാഠപുസ്തകത്തില് വീട്ടിലെ അടുക്കളയിൽ തേങ്ങ ചിരകുന്ന ഒരു രക്ഷിതാവ് ഒരു പുരുഷനെ കാണിക്കുകയുണ്ടായി. പുരുഷൻ ന്റെ കൂടി ഇടമാണ് അടുക്കള എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പാഠഭാഗം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒരു അപകടം ആലോചിച്ച് നോക്കൂ. ഇത് ഒരു പുതിയ സംഗതിയാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തിനകത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വീട്ടുകാര്യങ്ങൾ സഹായിച്ചിരുന്നു എന്നുണ്ട്. ഈ പിൽക്കാലത്ത് വന്ന ഖലീഫമാരുടെയൊക്കെ ചരിത്രത്തിൽ, സഹാബികളുടെ ചരിത്രത്തിലൊക്കെ നമ്മൾക്കിത് കാണാൻ കഴിയും, ഈ പാരസ്പര്യം കാണാൻ കഴിയും. പക്ഷെ ഇതൊരു പുതിയൊരു ആശയമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ഈ 2024 കേരളത്തിൽ ഒരു സർക്കാർ ആലോചിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സ്ത്രീയെ സഹായിക്കുന്ന അടുക്കളയിലെ പുരുഷൻ എന്നത് അതൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ സ്ത്രീയും പുരുഷനും തുല്യമാണോ എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. സ്ത്രീക്ക് നീതി അനുവദിക്കുകയാണോ വേണ്ടത്, സമത്വം അനുവദിക്കുകയാണോ വേണ്ടത് എന്നൊരു പ്രശ്നവും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആത്യന്തികമായി സ്ത്രീക്ക് നീതിയാണ് ലഭിക്കേണ്ടത് എന്ന് അമർത്തി പറയുക കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പിന്നെ പലതരത്തിലുള്ള ചിന്താഗതികൾക്കപ്പുറത്ത് സ്ത്രീയെ സ്ത്രീയായി പരിഗണിക്കാൻ തയ്യാറാകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. മതസംഘടനകളൊക്കെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ സ്ത്രീകളായി തന്നെ പരിഗണിക്കാനുള്ള ആവണം. ഇതാണ് കാലങ്ങളായി മതസംഘടനകളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സ്ത്രീയായി ജീവിക്കാൻ അനുവദിക്കണം എന്നല്ലേ. അതിനപ്പുറത്തേക്ക് സ്ത്രീയെ പുരുഷനാക്കിയോ പുരുഷനെ സ്ത്രീയാക്കിയോ അങ്ങനെ യൂണിഫോം മാറിയത് കൊണ്ടോ, പുരുഷന്മാർ അണിയുന്ന വസ്ത്രം സ്ത്രീ അണിഞ്ഞത് കൊണ്ടോ, സ്ത്രീ അണിയുന്ന വസ്ത്രം അണിഞ്ഞത് കൊണ്ടോ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ സമത്വം വരില്ല എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ചൊക്കെയുള്ള കാൽപ്പനികമായ ലിബറലിസ്റ്റ് വിഭാവനകളെ പൊളിച്ചെഴുതുക കൂടിയാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. ഇത് വളരെ കൊടിയ അനീതി നടക്കുന്ന ഒരു മേഖലയാണ്, ഇടമാണ് എന്ന് പറയുക തന്നെ ചെയ്യുന്നു. ഈ അനീതിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഒന്നോ രണ്ടോ ആളുകൾ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും എന്ന് നമ്മൾ ആരും മനസ്സിലാക്കരുത്. ഈ കൊടിയ ചൂഷണങ്ങളൊക്കെയും നിർബാധം തുറന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ മേഖലയിലൊക്കെ വലിയ പുരുഷാധിപത്യ പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട്. പുരുഷാധിപത്യ പ്രവണതകൾ എന്ന് പറയുന്നത് അത് ഏറ്റവും സംഹാരാത്മകമായ വിധത്തിൽ അധികാരം പ്രയോഗിക്കപ്പെടുന്ന വിധത്തിൽ തന്നെ ആരഭിനയിക്കേണ്ട എന്ന് തീരുമാനിക്കാവുന്ന വിധത്തിൽ തന്നെയും ഈ പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പലപ്പോഴും മതത്തെക്കുറിച്ചാണ് പലരും ആക്ഷേപിക്കാറുള്ളത്, പുരുഷ മേൽക്കോയ്മയാണ് നിലനിൽക്കുന്നത് എന്ന്. പക്ഷെ സമാന്തരമായി നമ്മൾ ഇവിടെ ഇതേപോലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അവിടെ പുരുഷന്മാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന നില വരികയാണ്.
പുരുഷന്മാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവർക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. ആത്യന്തികമായി അശ്ലീലതയുടെയും ആഭാസങ്ങളുടെയും ഒരു ഇടമാണ് സിനിമ എന്നത് പുറത്തെത്തി എന്നതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുണ്ടായ വലിയൊരു നേട്ടം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും പല കാലങ്ങളിലെ വെളിപ്പെടുത്തിയതാണ്. പക്ഷെ അത് രേഖപ്പെടുത്തപ്പെടുകയും സർക്കാരിന് ആ റിപ്പോർട്ട് പരിഗണിക്കേണ്ടി വരികയും അതേ തുടർന്ന് കേരളത്തിൽ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒച്ചപ്പാടൊന്നും ദീർഘകാലമൊന്നും നിലനിൽക്കില്ല. കുറച്ചു കാലം കഴിഞ്ഞ് മറ്റൊരു വിഷയം ഉണ്ടാവുമ്പോൾ ആ വിഷയത്തിന് പിറകെ മാധ്യമങ്ങൾ പോകും. ഈ സിനിമാ മേഖലയിലുള്ള ചർച്ചകളൊക്കെ പതിയെ പതിയെ അങ്ങനെ അവസാനിക്കുകയും ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുക. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെയും ഈ സിനിമാ മേഖലയിലുള്ള ഈ കൊടിയ അനീതിക്ക് അറുതി വരുന്നതേ ഉണ്ടാവില്ല. അവിടെ പോകുന്ന ഏതൊരു സ്ത്രീയാകട്ടെ, പെൺകുട്ടികളാവട്ടെ, അവരൊക്കെ പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇനിയുള്ള കാലത്തും വിധേയമായി കൊണ്ടേയിരിക്കും. ഈ അശ്ലീലതയുടെ കുഴിയിൽ ചെന്ന് ചാടാതിരിക്കുക എന്നതാണ് ഇക്കാലത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ ജാഗ്രത, അല്ലെങ്കിൽ ജാഗ്രതയുള്ള പ്രവർത്തനം എന്ന് വിചാരിക്കുകയാണ്. അതേപോലെ ഈ താരങ്ങൾക്ക് കൈയടിക്കുന്ന പ്രവണതയില്ലാതിരിക്കുക, അവരെ മാതൃകാ പുരുഷന്മാരായോ മാതൃകാ സ്ത്രീകളായോ കാണാതിരിക്കുക. അവർ പണം കിട്ടുന്നതിന് വേണ്ടി അവരുടെ തൊഴിലായിട്ട് ഈ സിനിമയെ കാണുന്നു. പല മേഖലകളിലും തൊഴിലെടുക്കുന്ന ആളുകളെ പോലെ ഒരു തൊഴിൽ വിഭാഗം മാത്രമായി ഇവരെ കാണുക. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു തെങ്ങുകയറ്റ തൊഴിലാളിക്ക് നമ്മൾ കൈയടിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റേതെങ്കിലും ഒരു ജോലി എടുക്കുന്ന നിങ്ങളുടെയൊക്കെ വീടുകളിൽ കൃഷിപ്പണിക്ക് വരുന്ന ഒരാളെ നിങ്ങൾ ഒരു ആരാധിക്കുക, അവർക്ക് കൈയടിക്കുക ചെയ്യാറുണ്ടോ? ഇതേപോലെ അവർ ചെയ്യുന്ന എന്താണ്? അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കുന്നു. ഇത് കുറെ കൂടി വലിയ തോതിൽ ആവിഷ്കരിക്കപ്പെടുന്നു സിനിമാ മേഖലയിൽ. അവിടെ കുറച്ച് ആളുകൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ കുറേയേറെ ആളുകൾ ജീവിക്കാനുള്ള ഇടമാക്കി അതിനെ മാറ്റുന്നു. അങ്ങനെ നിങ്ങളൊരു കാർഷിക സമൂഹത്തിൽ കൈയടിക്കുന്നില്ല എങ്കിൽ സിനിമാ മേഖലയിലുള്ള ആളുകളോടും കൈയടിക്കേണ്ടതില്ല. താരാരാധനയ്ക്ക് പിറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇവരെ മാതൃകകളാക്കി മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക എന്നതാണ്. ഈ സിനിമയുടെ ദൃശ്യങ്ങൾക്ക് പിറകെ പോകാതിരിക്കുക എന്നത് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പ്രത്യേകമായി പറയാനുള്ള കാര്യം. അവിടെ നമ്മൾ നമ്മുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ സഹോദരിമാർ പീഡിപ്പിക്കപ്പെടുന്ന, നമ്മുടെ സഹോദരിമാർ അനീതിക്കിരയാകുന്ന, കേരളത്തിലെ മലയാളി സ്ത്രീകളെ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് അല്പമെങ്കിലും ആദരമോ ആരാധനയോ, ആരാധന എന്ന വാക്ക് മതപരമായി തന്നെ വലിയ തെറ്റുള്ള വാക്കാണ്. പക്ഷെ കേരളത്തിൽ പൊതുവിൽ ഫാനുകൾക്ക് അങ്ങനെ, ഫാൻസിന് അങ്ങനെ പ്രയോഗിക്കാറുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആരാധനയും ആദരവുമായി പിറകെ നടക്കേണ്ടവരല്ല ഇവരെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളികളായ കേരളത്തിലുള്ള മനുഷ്യർ ഒരുമിച്ച് നിന്ന് ഈ സിനിമ മേഖലയെ നിന്ന് ബഹിഷ്കരിക്കുന്നു എന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഈ മേഖല എന്നത്തേക്കും ശുദ്ധീകരിക്കപ്പെടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന പല വെളിപ്പെടുത്തലുകൾക്കും പ്രതിരോധങ്ങൾ, കൗണ്ടറുകൾ ഉണ്ടാകുന്നുണ്ട്. നാളെയും അത് സംഭവിച്ചേക്കാം. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെയും നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു കാര്യം, ഈ പ്രവണത എന്നേക്കുമായി അവസാനിപ്പിക്കപ്പെടില്ല എന്നതാണ്. ഇത് വാദവും പ്രതിവാദവും ചർച്ചയും അതിന്റെ തർക്കവും ഒക്കെ ആയിട്ട് കുറച്ചു കാലം മുന്നോട്ട് പോകും. സിനിമാ മേഖല പഴയപടി തന്നെ നിലനിൽക്കുകയും ചെയ്യും. പക്ഷെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ത് തീരുമാനിച്ചാലും, അവരുടെ സ്വഭാവം മാറിയാലില്ലെങ്കിലും, പുറത്തു നിൽക്കുന്ന കാഴ്ചക്കാരായി നിൽക്കുന്ന മനുഷ്യരെ ഞങ്ങളുടെ സ്വഭാവം മാറ്റുന്നു എന്ന് തീരുമാനിച്ചാൽ, ഇവർക്ക് കൈയടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ, ഒരു സിനിമാ ദൃശ്യത്തിനും ഞാൻ ഓൺലൈനിലായാലും ശരി, ഇനി സിനിമാ തിയേറ്ററിലായാലും ശരി പോയി കാണില്ല എന്ന് കേരളത്തിലെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തീരുമാനിക്കുകയും ചെയ്താൽ അതൊരു വലിയ മുന്നേറ്റമായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ഒരു സിനിമ നടനെ കുറിച്ചും കേരളത്തിലെ സാമാന്യ ജനത്തിന് മികച്ച ധാരണയൊന്നല്ല ഉള്ളത്. കാരണം ഈ ഇപ്പൊ റിപ്പോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇത് ആളുകളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ആളുകൾ രഹസ്യമായും പരസ്യമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ ഉള്ള ഒരാൾക്ക് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് അത് കേവലം ചില സൗന്ദര്യത്തിന്റെ, ചില സാമ്പത്തികമായ പണപളത്തിന്റെ ഒക്കെ അതിന് കിട്ടുന്ന ഒരു പിന്തുണ മാത്രമാണ്. അല്ലാതെ ഇവരുടെ സ്വഭാവ മഹിമയ്ക്ക് കിട്ടുന്ന ഒരു പിന്തുണയേ അല്ല. ഇതൊരു അശ്ലീല കുഴിയാണ് എന്ന് എല്ലാ മനുഷ്യർക്ക് അറിയാം. ആ കുഴിയിലെ കൂടുതൽ ആളുകൾ ചെന്ന് ചാടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും
പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്നുകൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. കേട്ട എല്ലാവർക്കും സന്തോഷം.